പ്രിയമുള്ള കുട്ടികളെ, ശാസ്ത്ര പരീക്ഷണത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ലളിതമായ ഒരു പരീക്ഷണമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഐസ് കഷ്ണങ്ങളാണ് ഇതിന് ആവശ്യമുള്ള സാമഗ്രി. 2 ഐസ് കഷ്ണങ്ങൾ എടുത്ത് അവ എങ്ങനെ ഒന്നാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഐസ് കഷ്ണങ്ങൾ എങ്ങനെ വെച്ചു നമുക്ക് ഒന്നാക്കി മാറ്റാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഒന്നിന്റെ മേലെ ഒന്നായി പിടിച്ചിട്ട് അല്പം ബലം പ്രയോഗിക്കുക. എന്ത് സംഭവിച്ചു? 2 ഐസ് കഷ്ണങ്ങളും ഒന്നായി മാറി. കാണുന്നുണ്ടല്ലോ, ഐസ് കഷ്ണങ്ങൾ ഒന്നായി മാറി. ഇനി വേറൊരു രീതിയിൽ നോക്കാം. 2 ഐസ് കഷ്ണങ്ങളെ നമ്മൾ നേരത്തെ ചെയ്തത് പരന്ന ഭാഗം ചേർത്താണ് വെച്ചത്. ഇനി ഇതിന്റെ കൂർത്ത ഭാഗം അമർത്തി വെച്ച് നോക്കാം. കൂർത്ത ഭാഗം ചേർത്ത് അമർത്തുക. 1-2 സെക്കൻഡ് അമർത്തി വെച്ച് കഴിഞ്ഞാൽ അവ ഒന്നായിട്ട് മാറിയത് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടല്ലോ, ഒന്നായിട്ട് മാറി. ഇനി ഇതേ പരീക്ഷണം തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. ഒരു ഐസ് കഷ്ണം എടുത്തിട്ട് ഒരു വൂഡൻ ബോർഡിന്റെ മേലെ വെച്ച് ഒരു കമ്പി കഷ്ണം എടുത്തിട്ട് അതിന്റെ മേലെ പ്രസ് ചെയ്യാം. ഞാനിവിടെ ഒരു പെൻസിലും ഒരു പേനയും അതിൽ ചുറ്റിയിട്ടുണ്ട്, കാരണം കുറച്ച് നന്നായി ബലം പ്രയോഗിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ബലം പ്രയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അല്പസമയം നമ്മൾ ബലം കൊടുക്കണം. ബലം കൊടുക്കുമ്പോൾ ഐസ് കഷ്ണത്തിലൂടെ ഈ ചെമ്പ് കമ്പി താഴോട്ടേക്ക് പോകുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അതേസമയം ഇതിന്റെ മുകൾ ഭാഗത്ത് വീണ്ടും ഐസ് ഘനീഭവിച്ചിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ചെമ്പ് കമ്പി താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചെമ്പ് കമ്പി അതിലേക്ക് കടന്നു. അതേ സമയത്ത് മുകളില് ഐസ് വീണ്ടും ഉണ്ടായി. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. നമുക്ക് കൂടുതൽ ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും താഴോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. കുട്ടികളെ, എന്താണ് ഇതിന് പിന്നിലെ ശാസ്ത്ര തത്വം എന്ന് നമുക്ക് നോക്കാം. 2 ഐസ് കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മൾ അതിനെ മർദ്ദം പ്രയോഗിക്കുമ്പോൾ ഇതിന്റെ ദ്രവണാങ്കം കുറയും. അപ്പോൾ ഐസ് എന്തായി മാറി? ജലമായി മാറി. മർദ്ദം ഒഴിവാക്കപ്പെടുമ്പോൾ അത് വീണ്ടും ഐസായി മാറുകയും അത് ഒരൊറ്റ ക്രിസ്റ്റലായി മാറുകയും ചെയ്യുന്നു. ഇതിനെ പുനർഹിമായനം എന്ന് പറയും. പുനർഹിമായനം അല്ലെങ്കിൽ റെഗുലേഷൻ എന്ന് പറയും. മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ തെന്നി നീങ്ങാൻ വേണ്ടി കഴിയുന്നത് അവരുടെ ഭാരം ആ മഞ്ഞുപാളികളെ ദ്രവീകരിച്ച് ജലമാക്കി മാറ്റുന്നതുകൊണ്ടാണ്. അവർ തെന്നി നീങ്ങി കഴിഞ്ഞ ഉടനെ അത് വീണ്ടും ഐസായി മാറുകയും ചെയ്യും. അതുപോലെ ഇഗ്ലു എന്ന് പറയുന്ന എസ്കിമോകളുടെ വീട് ഉണ്ടാക്കുന്നതിനും ഈ തത്വം പ്രയോഗിക്കുന്നുണ്ട്. അവർ ഐസ് കഷ്ണങ്ങളെ കയറ്റി ഓരോന്നിനും മേലെ മറ്റൊന്നാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ഭാരം കൊണ്ട് അത് ദ്രവീകരിക്കപ്പെടുകയും പിന്നീട് അത് ഒറ്റ ഒരു ഐസായി മാറുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇവിടെയൊക്കെ ജലത്തിന്റെ പ്രത്യേക സ്വഭാവമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്തു നോക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.